ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ച ഇറാൻ. മൊസ്താബ ഖമേനിയായിരിക്കും ഇനി ഇറാനെ നയിക്കുക. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിലാണ് 36 വർഷക്കാലം ഇറാനെ നയിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ പിന്തുടർച്ചക്കാരനായി മൊസ്താബ ഖമനേയിയെ ഇറാൻ ഭരണകൂടം നിയോഗിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ ഇറാനെ നയിക്കാൻ ഇറാന്റെ പരമോന്നത ലീഡർ പദവിയിലേക്ക് മൊസ്താബ ഖമേനി എത്തുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഖമനേയിയുടെ വധത്തിന് പിന്നാലെ അമേരിക്കൻ ബേസുകളിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത് എന്ന വിവരം പുറത്തു വരികയാണ്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ ബേസുകളിലേക്ക്, ഖത്തറിലെ അടക്കം അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് അതിഭീകരമായ ആക്രമണം ഇറാൻ അഴിച്ചുവിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടെന്നും ആണവായുധം അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതാക്കന്മാർ, സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. IRCGയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സൈനിക ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരിക്കുന്നു. യോഗം ചേർന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാനുള്ള നീക്കം ഇതാ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടോ ഇല്ലയോ ലോകം മുഴുവൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. ആ സംശയത്തിന് അധികം വൈകാതെ ഉത്തരമുണ്ടാകും. ആണവായുധം തങ്ങളുടെ കൈവശമുണ്ടെന്നും ആണവായുധം അമേരിക്കയ്ക്കും ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുമെന്നുമുള്ള വലിയ വാക്കുകൾ, വലിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഇറാന്റെ നേതാക്കന്മാർ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക ബേസുകളിൽ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് ഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെയും ഇസ്രായേലിനും എതിരെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ പശ്ചിമേഷ്യ നടുങ്ങി വിറയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെയും ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും വീണ്ടും വ്യോമാക്രമണം തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ടെഹ്റാൻ അടക്കമുള്ള ഇറാനിലെ പ്രധാനപ്പെട്ട പല പട്ടണങ്ങളും ഇപ്പോൾ കത്തിയമരുന്നു എന്നുള്ള വാർത്തകൾ ഇറാനിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ച പൂർണ്ണമായും രാജ്യത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനേയിയുടെ പിന്തുടർച്ചക്കാരൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം തന്നെ ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളോ അല്ലെങ്കിൽ ഖമനേയിയുടെ മൃതശരീരം പൊതുദർശനത്തിൽ വയ്ക്കുന്നതോ സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഖമനേയിയുടെ മൃതശരീര അവശിഷ്ടങ്ങൾ പോലും ലഭ്യമല്ല എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ബോംബാക്രമണത്തിൽ പൂർണ്ണമായും ശരീരം ഛിന്നഭിന്നമായിരിക്കുന്നു, ബാക്കിയുള്ളത് കത്തിയമർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഖമനേയിയുടേതായി ബാക്കിയില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. അത്രത്തോളം ക്രൂരമായ ആക്രമണമായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ 30 ബോംബുകളാണ് ഖമനേയിയുടെ ഔദ്യോഗിക കൊട്ടാരത്തിന് നേരെ വർഷിച്ചത്. ഈ സമയം ഖമനേയി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയിലായിരുന്നു. ആ ആക്രമണത്തിൽ ഖമനേയി മാത്രമല്ല, ഖമനേയിയുടെ കുടുംബാംഗങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഖമനേയിയുടെ വധം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നേയുള്ളൂ. അതിനിടയിലാണ് ഖമനേയിയുടെ പിന്തുടർച്ചക്കാരനെ, കാരണം ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. ഈ ഘട്ടത്തിൽ ഇറാനെ നയിക്കാൻ ഒരു നേതാവ് ഇല്ലാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗം ആയത്തുള്ള അലി ഖമനേയിയുടെ പിന്തുടർച്ചക്കാരനായി മുസ്താബ ഖമനേയിയെ
തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നിർണായകമായ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനി എന്ന 36 വർഷക്കാലം ഇറാനെ അടക്കി ഭരിച്ച ഇസ്ലാമിക ഭീകരതയുടെ പ്രധാനപ്പെട്ട നട്ടെല്ലായിരുന്ന വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണമാണ് ദിവസങ്ങളായി ഇറാന് നേരെ നടന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനുള്ളിൽ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. ഒരു ഭാഗത്ത് ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ അതിൽ വേദനിക്കുന്ന കുറെ ആളുകൾ, മറുഭാഗത്ത് ടെഹ്റാനിലും ഇറാനിലെ മറ്റു നഗരങ്ങളിലുമടക്കം വലിയ ആഘോഷം നടക്കുകയാണ്. കാരണം അവരെ ഇത്രയും കാലം മതഭരണത്തിന്റെ കീഴിൽ അടക്കി ഭരിച്ചിരുന്ന ഒരു നേതാവാണ് ഇല്ലാതായിരിക്കുന്നത്. എത്രത്തോളം ആയത്തുള്ള അലി ഖമേനിയെ ഇറാൻ ജനത വെറുത്തിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുള്ളിൽ എങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടക്കം തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അവർ പറയുന്നു, ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾക്ക് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേദനയില്ല എന്ന് അവർ ഉറക്കെ പറയുകയാണ്.